ോടൊപ്പമുണ്ട്. ഇത് സംഭവം എന്താ അറിയോ, നമുക്ക് നിസ്കാരം ചെയ്യാൻ പറ്റും. വലിയ പള്ളി, അതിൽ ജമാഅത്ത്, ജുമുഅ, പെരുന്നാസ്കാരം, വമ്പിച്ച ഖുതുബ, അത് കഴിഞ്ഞ് പ്രസംഗം, ദിക്ർ, സ്വലാത്ത്, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഒക്കെ പ്രത്യക്ഷമാണ്. പക്ഷേ അതോടൊപ്പം ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒരു അമല് ഖൽബ് കൊണ്ട് ചെയ്യേണ്ട തവക്കുലും ഈമാനുമാണ്. ഇത് രണ്ടും ഇല്ലാതെയും ഈ പണിയൊക്കെ ചെയ്യാൻ പറ്റും. പ്രത്യക്ഷത്തിൽ മുസ്ലിമീങ്ങളൊക്കെ നിസ്കരിക്കുന്നുണ്ടല്ലോ, മുസ്ലിമീങ്ങളൊക്കെ നോമ്പ് വിൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാം. പക്ഷെ അള്ളാഹു നമ്മോട് ചെയ്യാൻ പറഞ്ഞ പ്രത്യേകമായ അമൽ നമ്മുടെ ഖൽബിലുള്ള അള്ളാഹുവിൽ ഉറച്ച് വിശ്വസിക്കുകയും പിന്നെ അള്ളാഹുവിനെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കിൻ, അള്ളാഹു അത് ഏറ്റെടുത്തു. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഖാലഹാ ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഖുദിഫ ഫിന്നാർ. തീയിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എറിയപ്പെട്ടപ്പോൾ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞതാണത്, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. പിന്നെ വഖാലഹാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. ജനങ്ങൾ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ എന്ന അഹ്സാബ് യുദ്ധത്തെക്കുറിച്ച് ഇറങ്ങിയ ആയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. ആ സമയത്ത് ഖാലു